ഊണി കേട്ടെ. മുളക് ദോശയും ചേനപ്പേരിയാണ്. പിന്നെ സമ്മന്തിപ്പൊടി, ഇന്നത്തെ സ്പെഷ്യൽ സമ്മന്തിപ്പൊടിയാണ്. പിന്നെ ചെത്ത് മാങ്ങയാണ്. പിന്നെ പപ്പടം, തൈര് എല്ലാം ഉണ്ട്. അതിങ്ങനെ വഴിക്ക് വരും കേട്ടോ. അപ്പം അച്ഛൻ പറഞ്ഞ പോലെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? ഒരു അടിപൊളി സമ്മന്തിപ്പൊടിയാണ് കേട്ടോ. അപ്പം ഹായ്, ഹലോ, നമസ്കാരം, എല്ലാവർക്കും മത്തിമാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ അമ്മ ഇല്ലത്ത് സമ്മന്തിപ്പൊടി ഉണ്ടാക്കണത് എന്നുള്ള വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇത്. അപ്പോൾ ആദ്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടുപ്പത്തേക്ക് ഏതെങ്കിലും ഒരു പാനോ എന്തെങ്കിലും ഒരു പാത്രം വെക്കുക. അതിലേക്ക് ഒരു തുള്ളി എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇത് നല്ല ബ്രൗൺ കളറാവണം കേട്ടോ. അതായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പുളിഞ്ഞ ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ വറ്റൽമുളകും ഇട്ട് കൊടുക്കുക, എരിവിനനുസരിച്ചിട്ട്. ഓക്കെ. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതൊന്ന് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ ചിരകി വെച്ച കാണിച്ചില്ലേ, ഞാൻ ഒരു പ്ലേറ്റിൽ കുറച്ചധികം ചിരകി വെച്ചത് കാണിച്ചില്ലേ, ഇത് മൊത്തം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഓക്കെ. എന്നിട്ട് ഇത് നന്നായിട്ട് ബ്രൗൺ കളറാവുന്നത് വരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. കുറച്ച് എണ്ണയാണ് നമ്മളിതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ. കാരണം എന്താണ്, അധികം എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ചധികം ദിവസം നിൽക്കില്ല. മീൻസ് ഒരു എണ്ണ കാറിയ ഒരു സ്വാദ് വരും. അതുകൊണ്ട് അമ്മ ഒരു തുള്ളി എണ്ണയാണ് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. പാകത്തിന് എണ്ണയാണ് ഒഴിച്ചിട്ടുള്ളൂ. നമ്മളുടെ നാളികേരം ഒന്ന് മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല കൂടി നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതെനിക്ക് ഇവിടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു 3 നാളികേരം എടുത്തിട്ടാണ് ഈ ഒരു സമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത് കേട്ടോ. അമ്മ ഉണ്ടാക്കുന്ന സമ്മന്തിപ്പൊടി നല്ല മധുരമാണ് കേട്ടോ, നല്ല സ്വാദാണ്. നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ ഈ ഒരു സംഭവം വാങ്ങാച്ചാലും ഇത്ര മധുരമൊന്നും ഞാൻ മധുരമേ ഇല്ലാത്ത സമ്മന്തിപ്പൊടിയും കഴിച്ചിട്ടുണ്ട്, നല്ല എരിവുള്ള സമ്മന്തിപ്പൊടി കഴിച്ചിട്ടുണ്ട്. പക്ഷെ അമ്മ ഉണ്ടാക്കുന്ന ഈ ഒരു സമ്മന്തിപ്പൊടി ഞാൻ എവിടെ നിന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അത്രയ്ക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അമ്മ ഉണ്ടാക്കുന്ന ഈ ഒരു സമ്മന്തിപ്പൊടി. എന്തായാലും നമ്മളുടെ ആ സംഭവമൊക്കെ ഒന്ന് തീ ഓഫ് ചെയ്ത് ചൂടാറി തണുക്കാൻ വെച്ചതിന് ശേഷം ഒന്ന് തണുത്തപ്പോൾ നമ്മളുടെ മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് കുറച്ച് ശർക്കര ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ ഈ നല്ല വറുത്ത നാളികേരം ഉണ്ടല്ലോ, അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു. അതിനോടൊപ്പം തന്നെ ഉപ്പും. അത്രയേ ഉള്ളൂ, നമ്മളുടെ സമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലഘട്ടത്തിൽ ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നതിലേക്ക് എത്രയോ ടേസ്റ്റ് കൂടുതലാണ് കേട്ടോ അമ്മ ഉണ്ടാക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മയുടെ ഈ ഒരു സമ്മന്തിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം പോയപ്പോൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ എനിക്കിവിടെ കൊണ്ടുവരാനുള്ള പാത്രത്തിലേക്കൊക്കെ അതേ സംഭവം നമ്മൾ സെറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു സമ്മന്തിപ്പൊടി ഒന്ന് കഴിച്ച് നോക്കണം, സൂപ്പർ ടേസ്റ്റാണ്. ഇനി നമുക്ക് അച്ഛൻ്റെ ഒരു അഭിപ്രായം ഒന്ന് കേൾക്കാം. ഊണി കേട്ടെ. മുളക് ദോശയും ചേനപ്പേരിയാണ്. പിന്നെ സമ്മന്തിപ്പൊടി, ഇന്നത്തെ സ്പെഷ്യൽ സമ്മന്തിപ്പൊടിയാണ്. പിന്നെ ചെത്ത് മാങ്ങയാണ്. പിന്നെ പപ്പടം, തൈര് എല്ലാം ഉണ്ട്. അതിങ്ങനെ വഴിക്ക് വരും കേട്ടോ. എന്നാ തുടങ്ങട്ടെ. മുളക് ദോശയാണേ, ചേനപ്പേരി, സമ്മന്തിയാണ്. ഇന്നത്തെ സ്പെഷ്യലാട്ടോ. മധുര കണ്ടിട്ടോ, മധുര സമ്മന്തിയാണ്. നന്നായിട്ടുണ്ട്, അടിപൊളി. അപ്പം അത്രയേ ഉള്ളൂ. എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. അതുവരെയും ടാറ്റാ, ബൈ.